പേർഷ്യയിൽ നിന്നും ഒരു കുതിര കച്ചവടക്കാരൻ രാജാവിനെ കാണാൻ കൃഷ്ണപുരത്തേക്ക് വന്നു. പ്രഭു, ഇത് പേർഷ്യയിലെ മുന്തിയ ഇനം കുതിരകളിൽ ഒന്നാണ്. അങ്ങേക്ക് വേണ്ടി ഇതുപോലൊരെണ്ണം ഞാൻ പേർഷ്യയിൽ നിന്നും വരുത്തിക്കോട്ടെ? അതിമനോഹരം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് കൃഷ്ണപുരത്തെ കുതിരയേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കും. ഭലേ ബേഷ്. എന്നാൽ എന്തായാലും നമുക്ക് ഇതുപോലെ ഒരു കുതിരയെ എത്രയും പെട്ടെന്ന് തന്നെ വേണം. പ്രഭു, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പേർഷ്യയിൽ നിന്നുള്ള കുതിരയായതുകൊണ്ട് മുൻകൂർ പണം അടയ്ക്കണം. അതിനെന്താണ് മന്ത്രി, ഇയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കൂ. പണം വാങ്ങി കുതിര കച്ചവടക്കാരൻ പേർഷ്യക്ക് പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മന്ത്രി, നാമിനൊരു കൗതുകം. എന്താണ് പ്രഭു, പറഞ്ഞാലും. നമ്മുടെ രാജ്യത്തെ മുഴുവൻ വിഡ്ഢികളുടെയും ഒരു പട്ടിക തയ്യാറാക്കണം. ഉത്തരവ് മഹാരാജൻ. പക്ഷേ എനിക്ക് 2 ദിവസത്തെ സമയം തരണം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രി രാജ്യത്തെ വിഡ്ഢികളുടെ പട്ടികയുമായി രാജസന്നിധിയിലെത്തി. അതിൽ ആദ്യത്തെ പേര് തന്നെ തന്റേതാണെന്ന് കണ്ട രാജാവ് ക്ഷുഭിതനായി. എന്ത് വിഡ്ഢിത്തമാണിത് ബീർബൽ? താങ്കളോട് രാജ്യത്തെ വിഡ്ഢികളുടെ പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ട് ഇതിൽ ആദ്യത്തെ പേര് എന്റേതാണല്ലോ. ക്ഷമിക്കണം പ്രഭു, പക്ഷേ അതിന് തക്കതായ കാരണമുണ്ട്. എന്ത് കാരണം? ബീർബൽ നമ്മെ കളിയാക്കുകയാണോ? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നല്ല ഇനം പേർഷ്യൻ കുതിരകളെ വാങ്ങാനായി അങ്ങ് ഒരു കുതിര കച്ചവടക്കാരന് മുൻകൂറായി പണം കൊടുത്തിരുന്നില്ലേ? ഉവ്, അതിനെന്താണ്? അങ്ങൊരു വിഡ്ഢിയല്ലായിരുന്നുവെങ്കിൽ യാതൊരു മുൻ പരിചയവുമില്ലാത്ത ഒരു പരദേശിക്ക് കുതിരകൾക്കുള്ള മുഴുവൻ തുകയും മുൻകൂറായി കൊടുക്കുമായിരുന്നു. അയാളിപ്പോൾ പണവും വാങ്ങിയിട്ട് എത്രയോ നാളുകളായി. ആ പണവും കൊണ്ട് അയാൾ മുങ്ങിയില്ലേ? അയാൾ മുങ്ങിയതാണെന്ന് ആര് പറഞ്ഞു? അയാൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വൈകിയതായിക്കൂടെ? അയാൾ അല്പമെങ്കിലും ബുദ്ധിയുള്ളവനാണെങ്കിൽ അയാൾ ആ വെറുതെ കിട്ടിയ പണം നഷ്ടപ്പെടുത്തുകയില്ല. അഥവാ ഇനി കുതിരകളെയും കൊണ്ട് അയാൾ വരികയാണെങ്കിൽ അന്ന് അങ്ങയുടെ പേര് ഈ പട്ടികയിൽ നിന്ന് വെട്ടി പകരം അയാളുടെ പേര് ചേർത്ത് കൊള്ളാം. അതുവരെ അങ്ങ് തന്നെയാണ് 1ാം സ്ഥാനത്തിന് അർഹൻ. രാജാവിന് മറുപടിയില്ലായിരുന്നു. അപരിചിതനായ ഒരാളെ വിശ്വസിച്ച് പണം കൊടുത്തത് അബദ്ധമായി പോയെന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടിരുന്നു. ഇനി എന്ത് ചെയ്യും മന്ത്രി? എന്തായാലും രാജാവിനെ കബളിപ്പിക്കാനുള്ള ധൈര്യം അയാൾക്കുണ്ടാവില്ല. ഏതെങ്കിലും ഒരു കുതിരയുമായി അയാൾ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ മന്ത്രി പറഞ്ഞത് പ്രകാരം കച്ചവടക്കാരൻ മറ്റൊരു കുതിരയുമായി വന്നു. എന്തു പറ്റി? കുറെ മാസങ്ങളായല്ലോ നിങ്ങൾ പോയിട്ട്. അത് പിന്നെ പേർഷ്യയിൽ നിന്നും കപ്പൽ വഴി എത്തിക്കണ്ടേ, അതാണ് നേരം വൈകിയത്. ശരി ശരി, പേർഷ്യൻ കുതിരകളെ കൃഷ്ണപുരത്തെ കുതിരകളെക്കാൾ മികച്ചത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നമുക്കതൊന്ന് തെളിയിക്കാൻ നമ്മുടെ കുതിരയുമായി ഒരു കുതിരയോട്ടം വെക്കാം. എന്താ? അല്ല, അത് വേണോ? രാജാവിന്റെ കുതിര തോറ്റ രാജാവിനല്ലേ അതിന്റെ മോശം? അത് ഞാനങ്ങ് സഹിച്ചു. കുതിരയോട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കട്ടെ. ആരെവിടെ? അങ്ങനെ മത്സരം ആരംഭിച്ചു. കച്ചവടക്കാരൻ കൊണ്ടുവന്ന പേർഷ്യൻ കുതിര കൃഷ്ണപുരത്തെ കുതിരയോട് തോറ്റു. ഇവൻ പറ്റിച്ചു ജീവിക്കുന്ന ആളാണ്. ഇവന്റെ ചതിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കൂ. ഉടൻ തന്നെ ഇവനെ തുറങ്കിലടയ്ക്കൂ. അങ്ങനെ മന്ത്രിയുടെ സമയോചിതമായ ഇടപെടൽ കാരണം രാജാവിന്റെ പണം തിരിച്ചു കിട്ടി. ഒരിക്കലൊരു സംഘം മോഷ്ടാക്കൾ കൃഷ്ണപുരം രാജ്യത്ത് പ്രവേശിച്ചു. ആ സമയത്ത് രാത്രികാലങ്ങളിൽ കവർച്ചയുടെ ഒരു പരമ്പര തന്നെ നടന്നിരുന്നു. കുറ്റവാളികളെ പിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. മോഷ്ടാക്കളെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ട രാജാവ് വളരെ അസ്വസ്ഥനായിരുന്നു. ആരവിടെ? മന്ത്രിയെ വിളിക്കൂ. മന്ത്രി, നാമും നമ്മുടെ ഭടന്മാരും പഠിച്ച പണി 18 നോക്കിയിട്ടും
നമ്മുടെ രാജ്യത്ത് വിലസുന്ന മോഷ്ടാക്കളെ പിടിക്കാൻ കഴിയുന്നില്ല. ഇനി മന്ത്രിക്ക് മാത്രമാണ് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുക. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം പ്രഭു. എന്ത് പറ്റി? പയ്യേ? ഒന്നുമില്ല, നമ്മുടെ രാജ്യത്ത് ഒരു കൊള്ളസംഘം വിലസുന്നുണ്ട്. അവരെ പിടിക്കാൻ രാജാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഇന്നലെ കള്ളം കയറി. അവിടുത്തെ വേലക്കാരി രമൺ ചേച്ചി പറഞ്ഞോ. ആണോ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? നീ നമ്മുടെ പക്കലുള്ള പണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്ന പോലെ തൊട്ടടുത്ത വീട്ടിലെ വേലക്കാരി രമണി ചേച്ചിയോട് പറയണം. അയ്യോ, അതെന്തിനാ? അപ്പോൾ അത് നാട് മുഴുവൻ അറിയില്ലേ? അപ്പോൾ കള്ളന്മാർ നമ്മുടെ വീട്ടിലും വരില്ലേ? വരണം. വരാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. എന്നാലേ നമുക്ക് കള്ളന്മാരെ പിടിക്കാൻ കഴിയൂ. അങ്ങനെ പിറ്റേ ദിവസം മന്ത്രി പറഞ്ഞത് പ്രകാരം തങ്ങളുടെ പക്കലുള്ള പണത്തെക്കുറിച്ചുള്ള കഥകൾ ഭാര്യ തൊട്ടടുത്ത വീട്ടിലെ വേലക്കാരി രമണി ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ മന്ത്രിയുടെ സമ്പത്തിനെ കുറിച്ച് ആ ഗ്രാമം മുഴുവൻ സംസാരിച്ചു. അങ്ങനെ ഇതെല്ലാം മോഷ്ടാക്കളുടെ ചെവിയിലും എത്തി. നമുക്ക് ആ മന്ത്രിയെ ഒന്ന് നിരീക്ഷിക്കണം. അവൻ പഠിച്ച കള്ളനാണ്. നമ്മളെ കൊടുക്കാനുള്ള പദ്ധതി വല്ലതുമായിരിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും എങ്ങനെയെങ്കിലും അവന്റെ വീടിനുള്ളിൽ കയറിപ്പറ്റണം. അവന്റെ നീക്കങ്ങൾ വീക്ഷിക്കണം. അങ്ങനെ അവരിൽ ഒരാളെ കൊള്ളത്തലവൻ മന്ത്രിയുടെ വീട്ടിൽ ചാരപ്പണി ചെയ്യാൻ വേണ്ടി ജോലിക്കാരനായി വിട്ടു. പണമൊന്നും തരില്ല, എന്ന് ഭക്ഷണം തരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നോളൂ. എന്താ പ്രശ്നം? ആരാണ് ഇയാൾ? ജോലി അന്വേഷിച്ചു വന്നതാണ്. പണമൊന്നും കൊടുക്കണ്ട, ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. എന്നാൽ ഇയാൾ ഒരു വഞ്ചകനാണെന്ന് മന്ത്രിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. പക്ഷെ മന്ത്രി അറിഞ്ഞ ഭാവം നടിച്ചില്ല. ശരി, അദ്ദേഹത്തോട് ആദ്യം വിറക് കീറാൻ പറയും. പിറക് വശത്തുണ്ട്, കാണിച്ചു കൊടുക്കൂ. അന്ന് രാത്രി അവർ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച സമ്പത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് ആ പെട്ടി വീട്ടിൽ വെക്കുന്നത് നല്ലതല്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. നമുക്ക് ആ പെട്ടി കിണറ്റിലിടാം. അവിടെ വെള്ളത്തിനടിയിലാവുമ്പോ ഒരു കൊള്ളക്കാർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് സുരക്ഷിതമായിരിക്കും. മന്ത്രിയും ഭാര്യയും കൂറ്റൻ കൂട്ടുള്ള ഒരു വലിയ മരപ്പെട്ടി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. വീട്ടുജോലിക്കാരൻ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ മന്ത്രിയും ഭാര്യയും പോയി കിടന്നുറങ്ങി. മന്ത്രിയുടെ മേൽ ചാരപ്പണിയെ നടത്തിയിരുന്ന ആ കൊള്ളക്കാരൻ തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, മന്ത്രിയുടെ ഇക്കാലം അത്രയുള്ള സമ്പത്ത് എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് എനിക്കറിയാം. കേട്ട പാതി കേൾക്കാത്ത പാതി അവർ എല്ലാവരും കൂടി അപ്പോൾ തന്നെ മന്ത്രിയുടെ വീട് ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മന്ത്രി ധാരാളം മരങ്ങൾ നട്ടുവളർത്തിയ വീട്ടുമുറ്റത്തേക്ക് അവരുടെ കൂട്ടാളി അവരെ നയിച്ചു. ചാരപ്പണി നടത്തിയിരുന്ന ആ കൊള്ളക്കാരൻ കൂട്ടാളി കിണർ ചൂണ്ടി പറഞ്ഞു, അവിടെയാണ്. നമ്മളെങ്ങനെ പെട്ടി ഉയർത്തും? എന്തായാലും അതിന് അത്യാവശ്യം ഭാരമുണ്ട്. നമുക്ക് കിണറിലെ വെള്ളം വറ്റിക്കാം. അപ്പോൾ പെട്ടി ഉയർത്താൻ എളുപ്പമാകും. അങ്ങനെ എല്ലാവരും കൂടി കിണർ വറ്റിക്കാൻ തുടങ്ങി. കിണറിന് ചുറ്റും മരങ്ങൾക്കിടയിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന തിരക്കിൽ മന്ത്രി വന്നത് അവ അറിഞ്ഞില്ല. മണിക്കൂറുകളോളം പണിയെടുത്ത് വെള്ളം കോരി കവർച്ചക്കാർ തളർന്നിരുന്നു. മതി, എല്ലാ ചെടികൾക്കും ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ഒഴുക്കിക്കളഞ്ഞ് പാഴാക്കണ്ട. വെള്ളം അമൂല്യമാണ്. മന്ത്രിയെ കണ്ടപ്പോൾ കള്ളന്മാർ സ്തംഭിച്ചു പോയി. അവ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവർ രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച വഴി കാവൽക്കാരും പടയാളികളും ചേർന്ന് തടഞ്ഞു. അവർ കവർച്ചക്കാരെ കീഴടക്കി ജയിലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ മന്ത്രിയുടെ ബുദ്ധിയിൽ കൊള്ളക്കാരെ പിടിച്ച കഥയും തന്റെ തോട്ടത്തിൽ കൊള്ളക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച കഥയും നാടാകെ പരന്നു. ഒരിക്കൽ നമ്മുടെ മന്ത്രി വനപാതയിലൂടെ കുതിരപ്പുറത്തേറി ഒരു ദീർഘയാത്ര പുറപ്പെട്ടു. അക്കാലത്ത് മറ്റൊരു നഗരത്തിലെത്താൻ കാട്ടിലൂടെ ദീർഘദൂരം സഞ്ചരിക്കണം. പെട്ടെന്നാണ് വഴിയിൽ മറ്റൊരു യാത്രക്കാരനെ നമ്മുടെ മന്ത്രി കണ്ടത്. നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്?
എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്? ഞാൻ പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. എനിക്ക് വഴി തെറ്റി. എന്നെ ഒന്ന് സഹായിക്കാമോ? അതിനെന്താ, ഞാനും പട്ടണത്തിലേക്കാണ്. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ രണ്ടുപേരും കൂടി കുതിരപ്പുറത്ത് കയറി യാത്ര തുടർന്നു. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടോ? 2 രാത്രികൾ കഴിയണം പട്ടണത്തിലേക്ക് എത്താൻ. അങ്ങനെയെങ്കിൽ ഇവിടെ അടുത്ത് എനിക്ക് അറിയാവുന്ന ഒരു വിശ്രമ മന്ദിരമുണ്ട്. ഇന്ന് രാത്രി നമുക്ക് അവിടെ തങ്ങി നാളെ വെളുപ്പിന് യാത്ര തുടരാം. എന്താ? അങ്ങനെ ആവട്ടെ. പരിചയപ്പെടാൻ മറന്നു. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേരിൽ അമർനാഥ്. എന്ത് ചെയ്യുന്നു? പട്ടണത്തിൽ എനിക്ക് പഴഞ്ചാറ് വിൽക്കുന്ന ഒരു കടയുണ്ട്. പഴഞ്ചാറ് കുടിച്ചിട്ട് നാളുകളായി. നിങ്ങളുടെ കയ്യിലുണ്ടോ? വല്ലാത്ത ക്ഷീണം. പൂവ്, ഞാൻ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് കുപ്പികളുണ്ട്. അതിലൊരു കുപ്പി എടുക്കട്ടെ? അതിനെന്താ, ക്ഷീണം അകറ്റാലോ. അയാൾ തന്റെ ബാഗിലുള്ള പാനീയം മന്ത്രിക്ക് കൊടുത്തു. മന്ത്രി പാനീയം കുടിച്ചതും ബോധം കെട്ടു വീണു. ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു അയാൾ. യഥാർത്ഥത്തിൽ അയാൾ യാത്രക്കാരനായിരുന്നില്ല. യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ഒരു കള്ളനായിരുന്നു അയാൾ. മന്ത്രിക്ക് ഉറക്കം വരാനുള്ള മരുന്ന് കലക്കിയ പാനീയമായിരുന്നു അയാൾ കൊടുത്തത്. അയാൾ മെല്ലെ എഴുന്നേറ്റ് മന്ത്രിയുടെ തലയ്ക്കടിയിൽ മന്ത്രിയെ ശല്യം ചെയ്യാതെ പരതി നോക്കി. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. പണം വെക്കുന്ന മന്ത്രിയുടെ പോക്കറ്റിൽ അയാൾ ശ്രദ്ധാപൂർവം തിരഞ്ഞു. പക്ഷെ ഒരു പൈസ പോലും കണ്ടെത്താനായില്ല. ക്ഷമ കെട്ട് അയാൾ കുതിരയുടെ പുറത്തും തിരഞ്ഞു. നിരാശയായിരുന്നു ഫലം. അങ്ങനെ അയാൾ നിരാശയോടെ അന്ന് രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങി. ഇന്നലെ കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ. ക്ഷീണം കാരണം വേഗം ഉറങ്ങിപ്പോയി. അതെ അതെ, ഞാനും. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഇരുവരും യാത്ര തുടർന്നു. പല കഥകൾ പറഞ്ഞും തമാശകൾ പറഞ്ഞും പഴങ്ങൾ പറിച്ചു തിന്നും രണ്ടാമത്തെ രാത്രിയായതും അവരറിഞ്ഞില്ല. കള്ളന്മാർ ഒരുപാടുള്ള സ്ഥലമാണ്. ഇവിടെ സൂക്ഷിക്കണം. അതെ, ഇവിടെ അടുത്ത് ഞാൻ തങ്ങാറുള്ള ഒരു വിശ്രമ കേന്ദ്രമുണ്ട്. ഇന്ന് നമുക്ക് അവിടെ തങ്ങാം. എന്താ? പതിവ് പോലെ യാത്രക്കാരൻ തന്റെ പാനീയം മന്ത്രിക്ക് നീട്ടി. മന്ത്രി അത് കുടിച്ച് ബോധം കെട്ടുറങ്ങി. കള്ളൻ വീണ്ടും അവിടെയെല്ലാം തിരയാൻ തുടങ്ങി. പക്ഷെ ഒന്നും കിട്ടിയില്ല. വീണ്ടും നിരാശനായി കിടന്നുറങ്ങി. അടുത്ത ദിവസം 2 യാത്രക്കാരും വിശുദ്ധ നഗരമായ തിരുപ്പതിയിലെത്തി. ഇതാ, ഈ പണം കയ്യിൽ വെച്ചുകൊള്ളുക, എന്റെ ഒരു സന്തോഷത്തിന്. നന്ദിയുണ്ട്. അങ്ങ് കോപിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്തു പറ്റി? എന്താണ് കാര്യം? പറയൂ, കേൾക്കട്ടെ. ഞാൻ അങ്ങയെ കബളിപ്പിക്കുകയായിരുന്നു. ഞാൻ കച്ചവടക്കാരനല്ല, ഒരു കള്ളനാണ്. പക്ഷേ എന്റെ മോശന ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ പരാജയം നേരിട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇത്തവണ അങ്ങേക്ക് മുന്നിൽ പരാജയപ്പെട്ടു. ഇനിയെങ്കിലും എന്നോട് പറയൂ, നിങ്ങൾ രാത്രിയിൽ പണം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്? നിങ്ങളുടെ ആ രഹസ്യം അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. നിന്നെ കണ്ടപ്പോൾ തന്നെ നീ കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരണമെങ്കിൽ എനിക്കൊരു വാക്ക് തരണം. എന്താണത്? ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന്. ഇല്ല, ഞാൻ ഇനി മോഷ്ടിക്കില്ല. പറയൂ. നിങ്ങൾ ഒരിക്കലും കണ്ടെത്താത്ത സ്ഥലത്ത് ഞാൻ പണം ഒളിപ്പിച്ചു. പക്ഷെ എവിടെ? ഞാൻ അത് എല്ലായിടത്തും തിരഞ്ഞിരുന്നല്ലോ. നിങ്ങളുടെ തലയണയ്ക്കടിയിൽ നിങ്ങൾ തിരഞ്ഞിരുന്നോ? എന്ത്? ഞാൻ നിങ്ങളുടെ തലയണക്കടിയിലാണ് തിരഞ്ഞത്. പക്ഷേ ഒന്നും കണ്ടെത്തിയില്ല. എന്റെ തലയണക്കടിയിൽ ഞാൻ എന്തിന് നിങ്ങളുടെ പണം അന്വേഷിക്കണം? എന്റെ പണം നിങ്ങൾ ഒരിക്കലും അന്വേഷിക്കാത്ത ഒരേ ഒരു സ്ഥലം അതാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത് കേട്ട കള്ളൻ മന്ത്രിയെ വണങ്ങി. പിന്നീട് ഒരിക്കലും അയാൾ മോഷ്ടിച്ചിട്ടില്ല.